ലോർഡ്, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടി തന്നിരിക്കുക. ആഴ്ചയിൽ നമുക്കിങ്ങനെ 2 ദിവസം മാത്രമേ ഈ നിലയിൽ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുള്ളൂ. എല്ലാ ദിവസവും ഞങ്ങൾക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാകുവാൻ ഇടുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് ദൈവവചനം പഠിക്കുവാൻ ലഭിക്കുന്ന സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. വളരെ ക്ഷണികമാണ് ഈ ലോകയാത്ര. അതിൽ നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അപ്പം ഇന്നും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം അത് നമ്മളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. എന്താണ് സൂക്ഷിക്കേണ്ടത്? അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഇതിനു മുൻപ് ഒരു ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഞാൻ നവംബർ 20-ാം തീയതിയുള്ള ക്ലാസ്സിലും നിങ്ങൾ സൂക്ഷിക്കണമെന്നുള്ള വിഷയത്തിൽ 4 കാര്യങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 1, ദൈവത്തെ മറക്കാതിരിക്കാൻ സൂക്ഷിക്കണം. 2, ദൈവത്തിൻ്റെ നിയമത്തെ അലക്ഷ്യമാക്കാതിരിക്കാൻ സൂക്ഷിക്കണം. 3, നിഗളിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. 4, സ്വശക്തിയിൽ പ്രശംസിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് 20-ാം തീയതി നവംബർ 20-ാം തീയതിയുടെ ക്ലാസ്സിൽ നിങ്ങളോട് പങ്കുവച്ചിരുന്നു. അത് നവംബർ 20, 21 ക്ലാസ്സുകളിലാണ് അത് നിങ്ങളോട് പറയാനിടയായത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ സൂക്ഷിക്കണം. എന്താണ് സൂക്ഷിക്കേണ്ടത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം എന്ന് വിചാരിക്കുക. അതിന് ഞാൻ ആധാരമായിട്ട് ഇന്ന് ആദ്യം വായിക്കുന്നത് മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യമാണ്. അവിടെ വായിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. നോക്കുക, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ശരിയായ വിവേചനം ഉണ്ടായിരിക്കണം. അത് നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ ദൈവസേനയിലായിരുന്നു നമ്മൾ കേൾക്കുമ്പോൾ, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. കാരണം ഇത് ലോകപ്രകാരമുള്ളൊരു കാര്യമല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനത്തോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? അത് വളരെ സൂക്ഷ്മതയുണ്ട്. കാരണം ഇത് ദൈവം അരുളി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കേൾക്കണം? നമുക്കറിയാം, 1 ശമൂവേലിൽ ശമൂവേൽ പറയുന്നുണ്ട് ദൈവത്തോട്. കാരണം ശമൂവേലിന് ദൈവത്തെ അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഏലി പറഞ്ഞത് പ്രകാരം ശമൂവേൽ ദൈവം വിളിച്ചപ്പോൾ അവിടെ ഏലി പറഞ്ഞു കൊടുത്തു. ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണമെന്ന് ഏലി ശമൂവേലിന് പറഞ്ഞു കൊടുത്തു. അതിന് പ്രകാരം അതിൻ്റെ 1 ശമൂവേൽ 3:10 യഹോവ വന്ന് ശമൂവേലിനെ വിളിച്ചപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അരുളി ചെയ്യുന്നത് അത് കേൾക്കുവാൻ നമ്മൾ എങ്ങനെയായിരിക്കണം കേൾക്കേണ്ടത്? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, ലൂക്കോസ് 8-ന്റെ 18-ാം വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു? അല്ലേ, നമുക്കറിയാം. ലാസറിൻ്റെ ഭവനത്തിലെത്തിയ മാർത്ത വിചാരിച്ചു കർത്താവോടെ എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്തുകൊണ്ട് കേട്ടോളാം. എന്നാൽ മറിയ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പോയിരുന്ന് ശ്രദ്ധയോടെ കേട്ടു. അവൾക്ക് ഒരേ ഒരു ധ്യാനത്തിലേ അവൾക്ക് കഴിയൂ. അത് കർത്താവ് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. എന്നാൽ മാർത്ത വിചാരിച്ചു, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആഹാരമൊക്കെ ഒരുക്കിക്കൊണ്ട് ഞാൻ ഇതൊക്കെ ഒരുക്കുകയും ചെയ്യാം, ദൈവം പറയുന്നത് കേൾക്കുകയും ചെയ്യാം. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ എങ്ങനെയാണ് കേൾക്കുന്നത്? മറ്റൊരു പണി ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കഴിയുമോ? അത് വീണ്ടും വണ്ണം ഗ്രഹിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. നമ്മൾ ചിന്തിക്കുക, നമ്മളിതെങ്ങനെ കേൾക്കണം? നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു? കണ്ടോ, ആ വാക്യം എത്ര ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. ഇന്ന് പലരും വചനം പഠിക്കുമ്പോൾ തന്നെ അവർക്ക് ഏകാഗ്രതയോടെ പഠിക്കുവാൻ കഴിയുന്നില്ല.
നമ്മളെങ്ങനെ കേൾക്കണമെന്ന വ്യവസ്ഥ എന്നറിയാമോ? യേശയ്യാ പ്രവചനം അതിൻ്റെ 28-ാം അധ്യായം, യേശയ്യാവ് 28-ൻ്റെ അതിൻ്റെ 23-ാം വാക്യം, 28-ൻ്റെ 23-ാം വാക്യം ഞാൻ വായിക്കാം. ചെവി തന്ന് എൻ്റെ വാക്ക് കേൾപ്പിൻ, ശ്രദ്ധ വെച്ച് എൻ്റെ വചനം കേൾപ്പിൻ. ശ്രദ്ധിക്കണം, ചെവി തന്ന്. അപ്പം കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ എല്ലാ സഭയോടും സന്ദേശം പറഞ്ഞ ശേഷം അവസാനം പറയുന്നത് എന്താണ്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയില്ലാത്ത അപൂർവം ചിലർക്ക് ചെവിയില്ല, അത് വേറെ കാര്യം. എന്നാൽ ഇത് കേൾക്കാനുള്ള ചെവി ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവചനം വാസ്തവത്തിൽ ചെവി കൊടുത്ത് കേൾക്കുന്നുണ്ടോ? ഇവിടെ ഈ വാക്യം കേട്ടോ, ചെവി തന്ന് എൻ്റെ വാക്ക് കേൾപ്പിൻ, ശ്രദ്ധ വെച്ച് എൻ്റെ വചനം കേൾപ്പിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ അതിൽ വേണ്ടുവണ്ണം ഗൗരവം കൊടുക്കാറില്ല. അത് വളരെ ഗൗരവമായി കേൾക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ദൈവവചനത്തെ ദൈവവചനമായിട്ട് അത് മനസ്സിലാക്കി അതിന് വേണ്ട ബഹുമാനം കൊടുക്കുന്നില്ല എങ്കിൽ ആ ദൈവവചനം നമ്മൾ ക്രിയ ചെയ്യുകയില്ല. നമുക്കറിയാം, പിന്നെ കൊർന്നേല്യോസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസ് കടന്നു ചെന്നപ്പോൾ അവിടെ കൊർന്നേല്യോസ് പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെ കൊർന്നേല്യോസ് തൻ്റെ ബന്ധുക്കളെല്ലാം കൂട്ടിയിട്ടുണ്ട്, അവരെല്ലാവരും കൂടിയിരിക്കുകയാണ്. ഉടനെ പത്രോസ് എന്നപ്പോൾ പറയാണ്, നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. കണ്ടോ, ഇതാ പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം. പലപ്പോഴും വിശുദ്ധന്മാരെന്ന് പറയുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കൂടി വരുമ്പോൾ അവർ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്നുള്ള ആ ബോധം പോലും അവർക്കില്ലാതെയായിരിക്കുന്നത്. അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി ഒരു ബഹുമാനവും ദൈവത്തിനില്ല. ഞാൻ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തുകൊണ്ട് ഞാനിത് തുടരെ പറയുന്നതിന് കാരണം ഡിസിപ്ലിൻ നമ്മൾ പഠിക്കണം. ദർബാറിൽ വെച്ച് ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ ഇവിടെ നോക്കാൻ പറ്റിയല്ല. ആ പറയുന്ന കമാൻഡിങ് ഓഫീസറിൻ്റെ ആ മുഖത്തേക്ക് തന്നെ നാം നോക്കിയിരിക്കണം. ഇല്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ രാജാതി രാജാവ് ആ ദൈവത്തിൻ്റെ ദർബാറിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ആ ദൈവവചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ദൈവമക്കളെ? നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് നഷ്ടം നമുക്കല്ലേ? നമ്മളതിനെ ചിന്തിക്കുക. എത്രയോ പ്രാവശ്യം നമ്മൾ ഈ വചനം കേട്ടപ്പോൾ ഇതൊക്കെ എപ്പോഴും കേൾക്കുന്ന കാര്യമല്ലേ, ഇതൊക്കെ എനിക്കറിയാം എന്നുള്ള ഭാവത്തിലൊക്കെയാണോ നമ്മൾ കേൾക്കുന്നത്? ഓരോ പ്രാവശ്യം ദൈവം കേൾപ്പിക്കുമ്പോഴും ദൈവത്തിന് നമ്മുടെ ഉള്ളത്തോട് ഇടപെടാനുണ്ട്, നമ്മുടെ ജീവിതത്തോട് ഇടപെടാനുണ്ട്. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ദൈവം നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. നമ്മളോട് ദൈവമാണ് സംസാരിക്കുന്നതെന്നുള്ള ആ ബോധ്യം നമുക്ക് വേണം. ഇവിടെ കൊർന്നേല്യോസിൻ്റെ ഭവനത്തിൽ അവർ വചനം കേട്ടപ്പോൾ അവിടെ എന്താ സംഭവിച്ചേ? അവരെല്ലാവരും ദൈവസന്നിധിയിലാണെന്നുള്ള ബോധത്തോടെ, ഇത് ദൈവവചനമാണെന്നുള്ള ഗൗരവത്തോടെ അവർ കേട്ടപ്പോൾ അതിൻ്റെ 44-ാം വാക്യത്തിൽ വായിക്കുന്നു, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ, അവരെല്ലാവരും ആത്മാവിനെ പ്രാപിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വരുവാനിടയായി തീർന്നു. ഇന്ന് വചനം കേൾക്കുന്നവരുടെ മേൽ ആത്മാവിൻ്റെ പ്രവൃത്തി എന്തുകൊണ്ട് നടക്കുന്നില്ല? അല്ലെങ്കിൽ ആത്മാവ് എന്തുകൊണ്ട് അവരുടെ മേൽ വരുന്നില്ല? കാരണം വചനത്തെ അവർ നിന്ദിക്കുക. വചനത്തെ നിന്ദിക്കുന്നത് ദൈവത്തെ നിന്ദിക്കുക. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുമോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ സൂക്ഷിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാം. ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. വളരെ പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. അതിൻ്റെ ഗൗരവം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പലരും വചനം വായിക്കുമ്പോൾ തന്നെ അവർക്ക് ആ വചനം ഗ്രഹിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അതവർ അശ്രദ്ധമായിട്ട് വായിക്കുന്നു. എന്തോ ഒരു കർത്തവ്യം നിവർത്തിക്കുക എന്നുള്ള രീതിയിൽ മാത്രം വായിക്കുന്നതുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ ആത്മാവിലോ വായിക്കുന്നില്ല. നമ്മളിത് വായിക്കുമ്പോൾ തന്നെ ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവവചനം എന്നോട് സംസാരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എന്നോട് അരുളി ചെയ്യണം എന്നുള്ള ആ വലിയൊരു ഒരുക്കത്തോടെ നമ്മൾ ദൈവവചനം വായിക്കണം. കേൾക്കുമ്പോഴും അങ്ങനെ തന്നെ, ദൈവം എന്നോട് സംസാരിക്കും, ദൈവം എന്നോട് എന്താണ് ഇടപെടാൻ പോകുന്നത്, സംസാരിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധ വെച്ച് കേൾക്കണം. പ്രിയമുള്ളവരെ, ചെവി കൊടുത്ത് കേൾക്കണേ.
അപ്പോൾ ഇന്നത്തെ സന്ദേശവും നിങ്ങൾ ആ നിലയിൽ കേൾക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നമ്മൾ അവസാനത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ്. അപ്പം ഈ അന്ത്യത്തിലായതുകൊണ്ട് ശത്രുവിനറിയാം ഇനി അല്പകാലമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് ഏത് നിലയിലും വിശുദ്ധന്മാരെ അവരുടെ ഓട്ടക്കളത്തിൽ അവരെ ഒന്ന് വീഴിക്കുവാൻ, അവരെ ഒന്ന് തകർക്കുവാൻ, അവരുടെ ഉത്സാഹം കെടുത്തുവാനായിട്ട് ശത്രു പല നിലയിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. നമുക്കറിയാം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് തൻ്റെ അന്തിമ സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ അവിടെ നമ്മൾ മത്തായി 24-ാം അധ്യായത്തിൽ കാണുന്ന ഒരു വിശേഷം, യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ദേവാലയം എന്നുള്ളത് അവർക്ക് വളരെ പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പണികൾ എത്ര വലിയ വലിയ കല്ലുകൾ കൊണ്ടാണ് പണിതിരിക്കുന്നത്, എത്ര മനോഹരമാണ്. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന ദേവാലയം. അവരിതെല്ലാം കണ്ട് കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, ഇതിൻ്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. അതെല്ലാം സംഭവിച്ചത് ചരിത്രമായി മാറി നമുക്കെല്ലാവർക്കും അറിയാം. AD 70 തീത്തോസ് കൈസർ വലിയ സൈന്യവുമായി വന്ന് ഈ യെരുശലേമിനെ നശിപ്പിക്കുമ്പോൾ ഒരു ശിപായി ഒരു പന്തമെറിഞ്ഞ് ഈ ദേവാലയം കത്തുവാനിടയായി. അവിടെ ഉണ്ടായിരുന്ന സ്വർണമെല്ലാം ഉരുകി കല്ലിനിടയിലേക്ക് പോയതുകൊണ്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് ആനയെ കൊണ്ടുവന്ന് ഉഴുതുമറിച്ചെന്ന. കാരണം മനുഷ്യരെ കൊണ്ടൊന്നും അനക്കാൻ പറ്റിയല്ല, അതുപോലെ വലിയ വലിയ കല്ലുകളാണ്. ആനയെ കൊണ്ടുവന്ന് ഉഴുതുമറിച്ച് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അതില്ലാതാക്കത്തക്ക നിലയിൽ അതായിത്തീർന്നു. കർത്താവ് പറയുന്ന ഒരു വാക്കും അത് പൂർണ്ണമാകാതിരിക്കുകയില്ല. അപ്പോൾ എന്നിട്ട് അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ അവർ 3 ചോദ്യം ചോദിക്കുന്നേ. അതെപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ല എന്ന് പറഞ്ഞാൽ ആ നാശം എപ്പോൾ സംഭവിക്കും. രണ്ടാമത്തെ ചോദ്യം നിന്റെ വരവ് എപ്പോഴാണ്, ലോകാവസാനത്തിൻ്റെ അടയാളം എന്ത്. ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. എന്നാൽ കർത്താവ് ആദ്യം കൊടുക്കുന്ന ഉത്തരത്തിനാണ് വലിയ ഗൗരവം. അതായത് 4-ാം വാക്യം വളരെ ശ്രദ്ധിക്കണം. ഉടനെ പറയാണ്, അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രിയമുള്ളവരെ, ഇത് ഏറ്റവും വലിയ വിഷയം. നമ്മളെ ഏതെങ്കിലും നിലയിൽ തെറ്റിക്കുവാൻ ശത്രു ഇങ്ങനെ വലയൊരുക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ കർത്താവിൽ നിന്നും അകറ്റുവാൻ അത് ചിലപ്പോൾ നമ്മളിലേക്ക് കടത്തിവിടുന്ന ചിന്താഗതികളിലൂടെ ആയിരിക്കാം. നമ്മൾക്ക് നമ്മുടേതായിരിക്കുന്ന ചില പദ്ധതികളുണ്ടാവും, അത് തകരുമ്പോഴായിരിക്കാം. നമുക്കറിയാം കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്താനും കർത്താവിന് വഴിയൊരുക്കുവാനും വന്ന സ്നാപക യോഹന്നാൻ ജയിലിൽ കിടക്കുമ്പോൾ ഈ കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്തവനാണ്. കർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ആവുന്ന രൂപത്തിൽ ഇറങ്ങി വരുന്നത് കണ്ട് കർത്താവിനെ സാക്ഷിച്ച ഈ യോഹന്നാൻ നമുക്കറിയാം ജയിലിൽ കിടക്കുമ്പോൾ താനൊന്ന് ഇടറി, താനൊന്ന് പതറി. താൻ വിചാരിച്ച് കാണും കർത്താവ് എന്നെ പിടിപ്പിക്കുന്നു. എന്നാൽ അതൊന്നും നടന്നില്ല. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ വിട്ടിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റാരെങ്കിലും കാത്തിരിക്കണമെന്ന്. നോക്കണേ, കണ്ടോ, ഇടറും പ്രിയമുള്ളവരെ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇടർച്ച ഉണ്ടാകാം. അപ്പോൾ കർത്താവ് പറയുന്നൊരു വാക്യം മത്തായി 11:6 എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. കർത്താവിൽ ഇടറാൻ പാടില്ല പ്രിയമുള്ളവരെ. നമ്മളെ എങ്ങനെയെങ്കിലും കർത്താവിൽ നിന്ന് അകറ്റുവാനായിട്ട് ശത്രു പരിശ്രമിക്കും. അത് ചിലപ്പോൾ വിചാരങ്ങളിലൂടെ ആയിരിക്കാം, മറ്റു മനുഷ്യരിലൂടെ ആയിരിക്കാം. അപ്പോൾ ഏതെങ്കിലും നിലയിൽ നമ്മളെ തകർക്കുവാൻ, നമ്മൾക്ക് ഇടർച്ച കൊണ്ടുവരുവാൻ ശത്രു ശ്രമിക്കും. അത് ചിലപ്പോൾ നമ്മുടെ മിത്രങ്ങളിലൂടെ ആയിരിക്കാം, ബന്ധുക്കളിലൂടെ ആയിരിക്കാം, ശത്രുക്കളിലൂടെ ആയിരിക്കാം, അയൽവാസികളിലൂടെ ആയിരിക്കാം, സ്നേഹിതരിലൂടെ ആയിരിക്കാം. എന്നാൽ അവിടെയെല്ലാം നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മൾ സൂക്ഷിക്കണം. ഞാൻ കർത്താവിൽ തന്നെയാണോ? കർത്താവ് ഞാനുമായിട്ടുള്ള ബന്ധത്തിന് എന്തെങ്കിലും ഉരച്ചിൽ വന്നിട്ടുണ്ടോ? കർത്താവ് എൻ്റെ ജീവിതത്തിലൂടെ പ്രസാദിക്കുന്നുണ്ടോ? ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇടറാവുന്ന, വീഴാവുന്ന, അതല്ലേ നിൽക്കുന്നതെന്ന് തോന്നുന്നവർ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ.
1 കൊരിന്ത്യർ 10:12 നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ എല്ലാ വാക്യവും എടുത്ത് വായിപ്പിക്കുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതികൂലത്തെയും അഭിമുഖീകരിക്കുവാനായിട്ടുള്ള ഒരു ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. അതാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തെറ്റിക്കുന്നവരുണ്ട്, ഈ തെറ്റിക്കുന്നവരെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാരണം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും, കാരണം നമുക്കറിയാം, അവിടെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 7:15 കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാകുന്നു. കണ്ടോ? അപ്പോൾ കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടകന്മാർ, ഇവരെയൊക്കെ നമ്മൾ തിരിച്ചറിയണം, നാം സൂക്ഷിക്കണം. അവരെ നാം സൂക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാം. ഇന്ന് അങ്ങനെയുള്ള എത്രയോ ഈ ദുഷ്ടത കൊണ്ട് എത്രയോ വേലകൾ പോലും തകർന്നു പോകുന്നു. ചിന്തിക്കുക, അവർ വെറും ആടുകളുടെ വേഷം ധരിച്ചവരാ. അത് ഈ അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ്. കാരണം എങ്ങനെയെങ്കിലും നമുക്കറിയാമല്ലോ, ഈ അന്ത്യകാലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കർത്താവ് മത്തായി 24:24 പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അല്ല, അത് ശരിയല്ലേ? ഇന്നും അങ്ങനെയുള്ള ചില വീരന്മാർ എഴുന്നേറ്റിട്ടില്ലേ? അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതായിട്ട് പറഞ്ഞുകൊണ്ട് വരുത്തി വെച്ചുകൊണ്ട് അനേക വിശുദ്ധന്മാർ ദൈവവചനത്തിൻ്റെ ശരിയായിരിക്കുന്ന ആ പരിജ്ഞാനമില്ലാത്തവർ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ചിന്തിക്കണം. ഇന്ന് ദാനത്തിൻ്റെ പിന്നാലെ, ദാനത്തെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് ഇന്ന് ചിലരുടെ പ്രസംഗ വിഷയം മുഴുവനും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്യഭാഷയും പ്രവചനമൊക്കെയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദൈവമക്കളെ, കർത്താവിൻ്റെ വചനം പറയുന്നു, ഏത് നിലയിലും നമ്മളെ വഞ്ചിക്കുവാൻ ദാതാവിനേക്കാൾ അധികം ദാനങ്ങളിലേക്ക് അവരുടെ ആകർഷണം കൊണ്ടുപോവുകയാണ്. കർത്താവിൽ നിന്ന് അകറ്റുന്ന ചില പ്രവൃത്തികൾ ഉപായ രൂപത്തിലാണ് അവർ ചെയ്യുന്നത്. അത് പൗലോസ് പ്രത്യേകിച്ചും എടുത്തു പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം നിങ്ങൾക്ക് അത് നല്ല പരിചയമുണ്ടായിരിക്കും. 11-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷകന്മാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. കണ്ടോ? നമ്മൾ ചിന്തിക്കുക, പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് കള്ളം പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരു ഭയങ്കര ആത്മീയത നടിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് വളരെ വർദ്ധിക്കുന്നത് കൊണ്ട് എത്രയോ വിശുദ്ധന്മാർ ദൈവവചനത്തോട് അധികം അറിവില്ലാത്ത, അതിനെ തിരിച്ചറിയാത്ത അനേക നല്ല ആൾക്കാർ പോലും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മളെ വളരെ സൂക്ഷിക്കുവാനുള്ള കാര്യം കർത്താവ് എടുത്തു പറയുകയാണ്. മറ്റൊരു കാര്യം കർത്താവ് എടുത്തു പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യമാണ്. നമ്മൾ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തെറ്റിപ്പോകുന്നത് കൊണ്ട് ഒന്ന് ഓർപ്പിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ആരെങ്കിലും കണ്ടിട്ട് ഞാനൊരു ആത്മീയനാണ്, ഞാൻ വലിയ ഭക്തനാണ് എന്ന് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യം വരണമെന്നുള്ള ചിന്തയിൽ നാം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അവർ വാസ്തവത്തിൽ ഒരു കപടഭക്തനാണ്. മാത്രമല്ല, അവരെത്ര നല്ല പ്രവൃത്തി ചെയ്താലും അതിന് പ്രതിഫലമില്ല. നമുക്കറിയാം, മത്തായി 10:42 കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ദാസനെ നനച്ച് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നവന് പ്രതിഫലം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വലിയ വലിയ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ കണ്ട് എന്നെ ഒരു ഭക്തനായി, ഞാൻ വലിയ നല്ല പ്രവൃത്തി ചെയ്യുന്നവനായി കാണണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മളതിനെ ഒന്ന് ഷോ ചെയ്യുന്നുവെങ്കിൽ അതിന് പ്രതിഫലമില്ലാകും. നമ്മളത് സൂക്ഷിക്കണം. നമ്മൾ വലിയ വലിയ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്ത് കാണും.
അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ 10 പേര് അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ, അത് 10 പേരൊന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മളത് മറ്റുള്ളവരോട് പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ചെറിയ സാക്ഷ്യമെന്ന നിലയിൽ ചിലപ്പോൾ നമ്മൾ സാക്ഷ്യപ്പെടുത്താനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കർത്താവ് പറയാണ്, അങ്ങനെ നിങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ പക്കൽ പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി നീ ചെയ്യരുത്. മറ്റുള്ള മുമ്പിൽ നീ നിന്നെ തന്നെ ഒരു നീതിമാനായി, ഒരു ഭക്തനായി, ഒരു നല്ല വ്യക്തിയായി കാണിക്കുവാൻ നീ ആഗ്രഹിക്കരുത്. ഇതിലൊക്കെ ഒരുപാട് വിശുദ്ധന്മാർ തെറ്റിപ്പോകാറുണ്ട്. നമ്മൾ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകണം, കർത്താവ് മാത്രം പ്രശംസിക്കപ്പെടണം. അല്ലാതെ നമുക്കൊരു പ്രശംസ ലഭിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നാം ഒരിക്കലും പോകാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രതിഫലത്തെ നമ്മൾ നഷ്ടമാക്കുക. ആ കാര്യത്തെ നമ്മൾ സൂക്ഷിക്കണം. തീമോഥെയോസ് എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യം, അത് വിശുദ്ധന്മാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1 തിമോത്തി 4-ാം അധ്യായം, അതിൻ്റെ 1 തിമോത്തി 4-ന്റെ 16-ാം വാക്യമാണ് ഇപ്പോൾ വായിക്കുന്നത്. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. അപ്പം നിന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കണം. അത് വളരെ കാര്യമല്ലേ പ്രിയമുള്ളവരെ? നമ്മളെ തന്നെ സൂക്ഷിക്കണ്ടേ? ഉപദേശം നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ പറയുന്ന ഉപദേശം അത് ദൈവത്തിൻ്റെ പഥ്യവചനമായിരിക്കണം. അത് 2 തിമോത്തിയോസിൻ്റെ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക. 2 തിമോത്തി 4-5. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. കണ്ടോ, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അതിൻ്റെ 2-ാം വാക്യത്തിൽ വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ സാഹസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. നോക്കുക, ഒരു ദൈവദാസന്റെ കർത്തവ്യത്തിലും അവർ വഞ്ചിക്കപ്പെടാം. നിന്റെ തന്നെയും ഉപദേശത്തെയും. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും തുടർമാനമായി ശാസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ അതിലെടുത്ത് പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ 16-ന്റെ 6-ാം വാക്യം, എന്നാൽ യേശു അവരോട് നോക്കുവിൻ, പരീക്ഷന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ. നോക്കണം, എന്താ ഈ പുളിച്ച മാവ്? ആ പുളിച്ച മാവ് എന്നുള്ളത് അതിൻ്റെ 12-ാം വാക്യത്തിൽ, അങ്ങനെ അപ്പത്തിൻ്റെ പുളിച്ച മാവല്ല, പരീക്ഷന്മാരുടെയും സദൂക്യരുടെയും ഉപദേശമത്രയെ സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. അപ്പോൾ ഉപദേശത്തിൽ പുളിപ്പ്, കപടത, വഞ്ചന, ഇന്ന് അങ്ങനെ എന്തെല്ലാം ഉപദേശങ്ങളാണ് പ്രിയമുള്ളവരെ. സത്യവചനത്തെ മാട്ടിക്കോട്ടി കളയുന്ന അനേക ഉപദേശങ്ങളുള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. ദൈവത്തിൻ്റെ കൃപയിൽ വന്നാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപദേശം പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. സത്യവചനത്തെ നമ്മൾ മുറുകെ പിടിക്കുവാനായിട്ട്, കർത്താവിൻ്റെ ഉപദേശത്തെ മുറുകെ പിടിക്കുവാൻ, അപ്പോസ്തലന്മാരോട് ലഭിച്ചിരിക്കുന്ന ഉപദേശത്തെ മുറുകെ പിടിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. അതിൽ നമ്മളെ വീഴിക്കുവാൻ, ആ ഉപദേശ വിഷയങ്ങളിൽ അജ്ഞരായിരിക്കുന്നവരെ വളരെ വേഗത്തിൽ വീഴിക്കുവാനായിട്ട് അനേകർക്ക് ഇന്ന് ശത്രുവിന് കഴിയും. അങ്ങനെ അനേകർ വീഴുന്നുണ്ട്, നശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ കർത്താവിൻ്റെ ദാസന്മാരും കർത്താവ് തന്നിരിക്കുന്ന ആടുകൾക്ക് ഉപദേശ വിഷയങ്ങളിൽ അവരെ നിപുണരാക്കി തീർക്കുക എന്നുള്ളത് ഒരു വലിയ കർത്തവ്യമാണ്. അപ്പോൾ അവർ ഉപദേശം പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ തിമോഥെയോസിനോട് പറയാണ്, നിന്നെ തന്നെയും ഉപദേശത്തെയും നീ സൂക്ഷിക്കണം. ആ സൂക്ഷ്മത നമ്മളിലുണ്ടാകണം. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്തിയിരിക്കുന്ന ഈ സമയത്തെ മനസ്സിലാക്കി നാം കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും അടുത്തുള്ള സമയത്താണ്. നമ്മൾ മർക്കോസ് അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം വായിക്കുമ്പോൾ, മർക്കോസ് അതിൻ്റെ 13-ാം അധ്യായം 33-ാം വാക്യം, ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായ കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള കാര്യമാണ്. കർത്താവിൻ്റെ വരവിൻ നാളുകളിൽ സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് ലൂക്കോസ് ഇച്ചിനോട് വിശദമായിട്ട് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 21-ാം അധ്യായം
34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ. കണ്ടോ? അപ്പോൾ നമ്മൾ ഏത് നിലയിലാണ് നമ്മളെ സൂക്ഷിക്കേണ്ടത്? കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ. പ്രാർത്ഥനാ ജീവിതം എപ്പോഴും കർത്താവുമായിട്ടുള്ള നമ്മുടെ അടുത്ത ബന്ധത്തെ കാണിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ഉത്സുകരായിരിക്കണം പ്രിയമുള്ളവരെ. ഇന്ന് അനേകർക്കും അതിഭക്ഷണം, ഇന്ന് മദ്യപാനം, ഉപജീവന ചിന്ത, ഈ 3 കാര്യങ്ങളിൽ കൊടുക്കുകയാണ് പിശാച്. ഇന്നെല്ലാം നമുക്കറിയാം, ആൾക്കാർക്ക് ആഹാരമൊന്നും ഉണ്ടാക്കാൻ പോലും ആഗ്രഹമില്ല. ഫാസ്റ്റ് ഫുഡ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം കിട്ടുമല്ലോ. ഒന്ന് ബുക്ക് ചെയ്താൽ പോരെ, എല്ലാം ഇങ്ങ് വരികയല്ലേ. മനുഷ്യനെ ഏതെങ്കിലും നിലയിൽ ഈ ലോകത്തിൻ്റെതായ ആഡംബര ജീവിതങ്ങളിലേക്ക് വീഴ്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും അകറ്റുവാൻ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവിന് വളരെ ശ്രദ്ധയുണ്ട് പ്രിയമുള്ളവരെ. പ്രത്യേകിച്ചും നമ്മൾ കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുക. നമുക്ക് എത്രമാത്രം ഈ കാര്യങ്ങളിൽ ജാഗരൂകരാകാൻ കഴിയുന്നുണ്ട്? ഇന്ന് കർത്താവ് വരുമെന്നുള്ള ആ നിലയിൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പ്രാപ്തരാകുവാൻ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ. എന്ന് വെച്ചാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ നിവർത്തിച്ചുകൊണ്ട് നാം പ്രാർത്ഥനാനിരതരായിരിക്കണം. നിരന്തരമായിട്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള യഥാർത്ഥ സമ്പർക്കത്തിൽ നമ്മൾ നടക്കുമ്പോഴും ഈവൻ നമ്മൾ ഭക്ഷിക്കുമ്പോഴും നമ്മൾ കിടക്കുമ്പോഴും ഒക്കെ നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു യഥാർത്ഥ സമ്പർക്കത്തിൽ നാം ആയിരിക്കണം. നമ്മൾ ആത്മാവിൽ ജാഗരൂകരായിരിക്കണം. കർത്താവുമായിട്ടുള്ള, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ പോലും ദൈവവചനത്തിൻ്റെ ഒരു ഭാഗം വായിച്ച് ധ്യാനിച്ച് ആ ധ്യാന ചിന്തകളിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നുവെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾക്ക് വളരെ ആത്മീയമായ ശക്തരായിട്ട് എഴുന്നേൽക്കാൻ കഴിയും. തുടർമാനമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ സ്വർഗം ചെയ്യുന്ന കാര്യങ്ങളാണ്, ക്രമീകരണങ്ങളാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഇതൊക്കെ അനേക കാര്യങ്ങളും ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലൂടെയും ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗം ഈ സംഭാഷണം നിർത്താം, ഈ ക്ലാസ് നിർത്താമെന്ന് ആഗ്രഹിക്കുന്നു. യൂദായുടെ ലേഖനത്തിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യൂദായുടെ ലേഖനം അതിൻ്റെ 21 വാക്യം ഞാൻ വായിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. കണ്ടോ? നമ്മൾ ദൈവസ്നേഹത്തിൽ വസിക്കുന്നവരായിരിക്കണം. നമ്മൾ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്നതെല്ലാം 1 കൊരിന്ത്യർ 16:14 വായിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. അപ്പോൾ ദൈവസ്നേഹത്തിൽ നമ്മൾ ആയിരിക്കണം. നമ്മുടേതായിരിക്കുന്ന സ്നേഹത്തിന് ദൈവസ്നേഹത്തിനും വളരെ അകൽച്ചയുണ്ട്. ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക. നാം ആയിരിക്കുന്നത് ഇന്ന് ആ സ്നേഹത്തിലാണോ? നാം നിൽക്കുന്നത് ദൈവകൃപയിലാണ്. എന്നാൽ നാം ആയിരിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കണം. നാം ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്നതെല്ലാം ദൈവസ്നേഹത്തിലായിരിക്കണം. എത്ര വലിയ കാര്യമാണ്! ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളാണ് നാം പഠിക്കേണ്ടത്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. 1 കൊരിന്ത്യർ 13 4 മുതൽ 7 വരെ ദൈവസ്നേഹത്തിൻ്റെ ഒരു വിശാല ചിത്രം പൗലോസ്ലീഹ വരച്ചു കാട്ടിയിട്ടുണ്ട്. 15 കൂട്ടം കാര്യങ്ങൾ. ദൈവസ്നേഹം എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നില്ല എന്ന് അവിടെ എടുത്തു പറയുന്നു. പിന്നെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനം ആ സ്നേഹത്തെക്കുറിച്ചുള്ള വളരെ ഗഹനമായിരിക്കുന്ന ഒരു ലേഖനമാണ്. നമ്മളതെല്ലാം വായിക്കണം. നമ്മളെ തന്നെ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ് ദൈവമക്കളെ. നമ്മളെ തന്നെ സൂക്ഷിക്കുന്നതിൽ ഇന്ന് ജാളികളാണോ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഇന്ന് നമ്മൾ ദുഃഖിതരും നിരാശിതമാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജഡത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ആത്മാവിലായിരിക്കുമ്പോൾ ശത്രുവിന് നമ്മളെ തൊടാൻ കഴിയുകയില്ല. കാരണം അവൻ്റെ ആഹാരം എന്താ? മണ്ണ. അപ്പോൾ നമ്മൾ ജഡത്തിലാകുമ്പോൾ അവന് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും? തിന്നാൻ പറ്റും. നമ്മൾ ആത്മാവിലാകുമ്പോൾ അവന് നമ്മളെ തൊടാൻ, സ്പർശിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നാം എപ്പോഴും ആത്മാവിലായിരിക്കുക, ആത്മീയമായ ചിന്തകളിലായിരിക്കുക,
ഉയരങ്ങളുടെ ചിന്തയിലായിരിക്കുക, കർത്താവിലായിരിക്കുക, അവൻ്റെ സ്നേഹത്തിലായിരിക്കുക, അവൻ്റെ കൃപയിൽ നിൽക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ശത്രുവിന് നമ്മളെ സ്പർശിക്കാൻ കഴിയില്ല. ഒരു ജയാളിയായ ജീവിതം നയിക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്നത്തെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. ഇനി അല്പകാലം കൂടെ മാത്രമേ ഈ പരദേശി യാത്ര ശേഷിക്കുന്നുള്ളൂ. ഏത് സമയത്ത് നമ്മുടെ കർത്താവ് വരും, ആഹളം ധരിക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. നാം രൂപാന്തരം പ്രാപിച്ചെടുക്കപ്പെടും. നമ്മളെല്ലാം രൂപാന്തരം പ്രാപിച്ചെടുക്കപ്പെടാനുള്ള തലമുറയാണ് എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് നമുക്ക് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാനുള്ള ഒരുക്കങ്ങളിലായിരിക്കാം. നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാം. ഞാൻ ഇന്നും വിശ്വാസത്തിലായിരിക്കുന്നോ? ഇന്നും ഞാൻ ദൈവസ്നേഹത്തിൽ ആയിരിക്കുന്നോ? ഇന്നും ഞാൻ ആ കൃപയിൽ തന്നെയാണോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ.